നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ സൂപ്പർ താരങ്ങളെ എത്തിച്ചുകൊണ്ട് ടീമിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉള്ളത്. കിലിയൻ എംബപ്പെ അടുത്ത സീസണിൽ റയലിനോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ എൻട്രിക്കും ഈ വരുന്ന സമ്മറിൽ റയലിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. ഇതിനു പുറമെ അൽഫോൺസോ ഡേവിസ് അതുപോലെ തന്നെ ലെനി യോറോ എന്നിവരെ കൂടി സ്വന്തമാക്കാനുള്ള പദ്ധതികൾ റയൽ മാഡ്രിഡിന് ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്ലാനുകളിൽ ഇപ്പോൾ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡേവിസിന് വേണ്ടിയും യോറോക്ക് വേണ്ടിയുമുള്ള ശ്രമങ്ങളിൽ നിന്ന് റയൽ മാഡ്രിഡ് ഇപ്പോൾ പിന്തിരിഞ്ഞു കഴിഞ്ഞു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുതിയ ചില പ്ലാനുകളാണ് ഇപ്പോൾ റയലിന് ഉള്ളത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് ഡേവിസ് കളിക്കുന്നത്. ഈ പൊസിഷനിലേക്ക് ഒരു മികച്ച താരത്തെ റയൽ മാഡ്രിഡിന് ഇപ്പോൾ ആവശ്യമുണ്ട്. നിലവിൽ ഫെർലാൻഡ് മെൻഡി അവിടെയുണ്ട്. കൂടാതെ മിഗേൽ ഗുട്ടിറസിനെ തിരിച്ചെത്തിക്കാനാണ് ഇപ്പോൾ റയലിന്റെ പദ്ധതി. റയലിലൂടെ തന്നെ വളർന്നു വന്നിട്ടുള്ള താരമാണ് മിഗേൽ ഗുട്ടിറസ്. അദ്ദേഹം ഇപ്പോൾ ജിറോണക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം ജിറോണക്ക് വേണ്ടി നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ താരത്തെ തിരികെ കൊണ്ടുവരാൻ റയൽ തീരുമാനിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ തന്നെയാണ് താരം കളിക്കുന്നത്. ഫ്രഞ്ച് ക്ലബായ ലില്ലിയുടെ സെന്റർ ബാക്ക് ആണ് യോറോ. അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും റയൽ ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറിച്ച് റയലിന്റെ അക്കാദമി താരമായ റാഫ മറിനെ കൊണ്ടുവരാനാണ് ക്ലബിന്റെ പദ്ധതി. നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം അലാവസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നിലനിർത്താൻ ഇപ്പോൾ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വാസ്കസ്, കാർവഹൽ എന്നിവരുടെ കോൺട്രാക്ട് പുതുക്കാനും റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം വരുന്ന സമ്മറിൽ മറ്റൊരു വിംഗ് ബാക്ക് ആയ ഫ്രാൻ ഗാർഷ്യ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.